ഹലോ ഗായ്സ്, നമ്മളൊരു ട്രിപ്പ് പോകാൻ പോവുകയാണ്. അപ്പോൾ എവിടെയാണ് പോണേന്നൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ വീഡിയോ കണ്ട് മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ ആദ്യമായിട്ട് നമ്മൾ ഒരു വ്ളോഗ് എടുക്കുകയാണ്, അപ്പോൾ എല്ലാ സപ്പോർട്ടും വേണം. ബാക്കി വീഡിയോയിൽ കാണാം. ബൈ. നമ്മൾ കൊടൈക്കനാലിലെത്തി. നമ്മൾ രാവിലെ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ദാ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു. ഇവിടെ നല്ല തണുപ്പുണ്ട്. തണുപ്പ് പറയാൻ വേണ്ടി നമ്മൾ വെയിലത്ത് നിൽക്കുകയാണ്. കാലും കൈയൊന്നും തറയിൽ ഉറയ്ക്കാതെ നിന്ന് വിറയ്ക്കുകയാണ്. എങ്ങനെയുണ്ടോ തക്കോടു? നല്ല തണുപ്പ് പറ്റുന്നില്ല, അതാണ് നല്ല തണുപ്പ്. അങ്ങനെ വെയിലത്തോ നിൽക്കുകയാണ് തണുപ്പ് പറയാൻ വേണ്ടി. വണ്ടിയിൽ ഉറക്കം ഒരു രസമുള്ള ഉറക്കമല്ല. വണ്ടിയും ഐസ്, നമ്മളും ഐസ്. കൊടൈക്കനാലും 3-4 വട്ടം വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു അനുഭവം ആദ്യമാണ്. ഇത്രയും തണുപ്പായിട്ട് വെയിൽ കൊള്ളാൻ വേണ്ടി വന്നിരുന്നു, എന്നിട്ടും ഒരു മാറ്റവും ഇല്ല. അങ്ങനെ നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടി കൊടൈക്കനാൽ റോഡിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അക്കോളൂ, എങ്ങനെ ഉണ്ടാ ബ്രോ? ഇതൊക്കെ തന്നെ. അപ്പോൾ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ജാക്കറ്റ് കരുതേണ്ടതാണ്, ഇല്ലെങ്കിൽ ഇതുപോലെ തെണ്ടും. കൊടൈക്കനാൽ വന്നിട്ട് ഇനി കുരങ്ങനെ കാണിച്ചു തന്നില്ല, എന്നാലും പരാതി പറയല്ലേ. കുരങ്ങനെയൊക്കെ കാണിക്കണം. ഇരിക്കണുണ്ട് ധാരാളം. വായ തുറന്ന് കാണിക്കുന്നുണ്ട്. ഒന്നല്ല, വേറെയുണ്ട്. നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് പാസ്സാക്കി പോകും. നല്ല തണുപ്പുണ്ട്, ഒരു രക്ഷയില്ല. അങ്ങനെ നമ്മൾ വന്ന ആൾക്കാരൊക്കെ ട്രക്കിങ്ങിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. എൻ്റെ മെയിൻ അണ്ണൻ, എല്ലാത്തിൻ്റെയും സെറ്റായിട്ടുള്ള അണ്ണൻ, നമ്മുടെ ഡ്രൈവർ, നമ്മളെ പാസഞ്ചറായിട്ട് വന്ന ആൾക്കാർ, ട്രക്കിങ്ങിന് പോകുന്ന ജീപ്പ്, അതാണ് നമ്മുടെ വണ്ടി. അവരിതാ ട്രക്കിങ്ങിനൊക്കെ ആയിട്ട് അവർ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനെന്താ പോകാത്തത്, പക്ഷേ ട്വിസ്റ്റ് ഉണ്ട്. ഞാനും ഇവനും ഈ വണ്ടി എവിടെ വണ്ടി ഇത് ആ വണ്ടിയുടെ ഡ്രൈവറായിട്ട് വന്നതാണ്. അപ്പം നമ്മളെ കൂടെ വന്ന ആൾക്കാരൊക്കെ ട്രക്കിങ്ങിന് പറഞ്ഞിട്ട് നമ്മളിനി ഫുഡും കഴിച്ച് അത്രയും റെസ്റ്റ് എടുക്കും. ഉച്ചയ്ക്ക് ശേഷം വന്ന് സ്ഥലം പൂമ്പാറ അവിടെ പോകും. അതിനായിട്ട് നമ്മൾ ഇവിടുത്തെ ഇതെന്ത് റിസോർട്ടില്ലേ, ഹെറിറ്റേജ്, അങ്ങനെ എന്തോണോ പറയാം. അടിപൊളി സ്ഥലമാണ്. പ്രത്യേകിച്ച് പറഞ്ഞ അണ്ണൻ പൊളിയാണ് താരം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ നമ്മൾ കൊടുക്കാം. ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അണ്ണനെ കോൺടാക്ട് ചെയ്യേണ്ടതാണ്. അപ്പോഴാണ് ഒരു സാധനം കണ്ട വണ്ടിയിലേ നിൽക്കണേ. ഹേയ്, അയ്യോ ഇടിക്കാൻ പറഞ്ഞേ. ഹായ്. അപ്പോൾ ചെറിഞ്ഞൊരു നോട്ടം മാറിപ്പോവാം. അപ്പോൾ ഇടിച്ചാലും ഇടിക്കും. അങ്ങനെ നമ്മളെ വണ്ടി നല്ല വെയിലത്ത് കിടക്കുകയാണ്. വെയിലാണെങ്കിലും നല്ല തണുപ്പുണ്ട്. അതാണ് നമ്മളെ വണ്ടി. അപ്പോൾ ഇനി നമ്മളെ പരിപാടി എന്ന് പറഞ്ഞാൽ വണ്ടിയിൽ കയറുക, വണ്ടിയെ സ്റ്റാർട്ട് ചെയ്യുക, ഒരു സിനിമ ഇടുക, ഇരുന്ന് കാണുക. അവർ വരും, വന്നിട്ട് അടുത്ത പരിപാടി. നമുക്ക് ടാറ്റയൊക്കെ തന്നൊരു പോവുകയാണ്. ഹാപ്പി. ഗർഭിണിയാണെന്ന് തോന്നുന്നു. കഴിച്ചാ? ഇതിൻ്റെ ഡീറ്റെയിൽ പറയാമെന്ന്. അപ്പോൾ റിസോർട്ടിൻ്റെ ഇതിൻ്റെ അഹോ ഒന്ന് കാണിച്ചു തരാം. ഇത് വലിയ ചെറിയ ട്രാവലറൊക്കെ പറഞ്ഞൊരു 3 ഫാമിലി 4 ഫാമിലി അങ്ങനെയുള്ളവർക്ക് അടിപൊളിയാണ്. അപ്പോൾ ഇതിൻ്റെ അഹോ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ്, ഇവിടെ ഒരു റൂമുണ്ട്. ഇത് കിച്ചൺ സെറ്റപ്പ്. ഇത് ഡൈനിങ്. ഇതൊരു ഹാള്. പിന്നെ വന്നിട്ട് ഇവിടെയാണ് ഒരു റൂം പറഞ്ഞത്.
അങ്ങനെ 3 റൂംസ് ഉണ്ട്. അങ്ങനെ അത്രേ ഉള്ളൂ. അതാണ് ഇതിൻ്റെ അകത്തുള്ളൊരു 3 ഫാമിലിക്കൊക്കെ അടിപൊളിയാണ്. ഒരു വീട് പോലെ കൊണ്ട് കിടന്ന് പോവാം. 2-3 ദിവസത്തെ സ്റ്റേ ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് പോവാം. പിന്നെ പുറത്ത് വരുന്ന ഒരു ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പോൾ കൊടൈക്കനാലിൽ ചെറിയൊരു 3 ഫാമിലിയൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബെറ്റർ ചോയ്സ്, അടിപൊളിയാണ്. ആ ചേട്ടനോട് സംസാരിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ് വേറെ വലിയ ബസ്സിൽ വന്നാൽ ആ ചേട്ടൻ തന്നെ സെറ്റപ്പ് ചെയ്ത് തരും. അതുകൊണ്ടാണ് നമ്മൾ കേട്ട് മനസ്സിലാക്കിയിട്ട് ഞാൻ ഒരു വീഡിയോ ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. അങ്ങനെ ഒരു ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ വന്നു. തണുപ്പിറങ്ങുന്നു. നല്ല തണുപ്പുണ്ട്. തണുപ്പുണ്ടല്ലോടാ? പിന്നെ തണുപ്പൊക്കെ ഉണ്ട്. സമയം 6:30. ഇനി അങ്ങോട്ട് വിറയ്ക്കുക, തകർത്ത് നിന്ന് വിറയ്ക്കണ്ടേ? പിന്നെ വിറയ്ക്കാനുള്ളതല്ലേ, അതിനുള്ള തയ്യാറെടുപ്പാണ് നമ്മളിപ്പോൾ. അതിനുള്ള തയ്യാറെടുപ്പിൽ നമ്മളിങ്ങനെ നിൽക്കുകയാണ്. ഇനി ബാക്കി പരിപാടി നാളെ ബാക്കി കറക്കങ്ങളെല്ലാം അതെല്ലാം കാണിക്കാം. കരിക്കടയിൽ പോവുക, മൺവെട്ടിക്ക് വേണ്ടി 2 ആപ്പ് ചോദിക്കുക, ആ ആപ്പ് വാങ്ങിച്ചുകൊണ്ട് അത് ചെയ്യുക. അങ്ങനെ ഇരുട്ടൊക്കെ വീണ് ബോറടിച്ച് ഇവിടെ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഒരു ഐഡിയ, കുറച്ച് പാട്ടിട്ടാണെന്ന്. അങ്ങനെ പാട്ടൊക്കെ ഇട്ട് മുഴക്കി നമ്മളത് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. കൊല്ലണനെ ഇരുട്ടക്കായി ലാക്കിലോട്ട് ഇറങ്ങാം. ഞങ്ങൾ ലാക്കിലോട്ട് ഇറങ്ങി. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. പിന്നെ ഒന്ന് കറങ്ങി കുറച്ച് നേരം അങ്ങ് പോവാം. നല്ല തണുപ്പുമുണ്ട്. കുറച്ച് നേരം തീയുടെ മൂട്ടിലൊക്കെ പോയി എന്നിട്ട് ഒന്ന് ചൂടായി. ഇപ്പോൾ അതിനെ ഡബിളായിട്ട് തണുപ്പുമായി. അപ്പോൾ ഇവിടുത്തെ കുറച്ച് ചെറിയ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. തക്കുട ഇവിടെ ഇവിടെ ഉണ്ട്. ഇവിടെ ലാക്ക് കറങ്ങാന്നുള്ള പ്ലാൻ നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. പറ്റൂല, നല്ല ഇവിടെ നിന്നൊരു മേഗിയൊക്കെ കഴിച്ചിട്ട് നമ്മളങ്ങ് മടങ്ങിയാണ് തിരിച്ച് വണ്ടിയുടെ അടുത്തോട്ട്. പിന്നെ ഒരു ആവശ്യമുണ്ട്. ഇവിടെ ഇത്തിരി ചൂട് കിട്ടും, നല്ല സമാധാനം ഉണ്ട്. എൻ്റെ അടിയിൽ വന്നിങ്ങനെ നിൽക്കുക. അണ്ണ ഒരു നൻപൈ തീയില്ലാത്തോണ്ട് തീയൊക്കെ ഇട്ട് എന്തൊരു സുഖം. കുരങ്ങന്മാരൊക്കെ ഉണ്ടോ? നമ്മളെ വണ്ടി കയറി മൊത്തം അഴുക്കുമാക്കി തക്കുട് ഇപ്പോൾ കഴുകിയിട്ടേ ഉള്ളൂ. അടുത്ത വണ്ടിക്കകത്ത് വരെ കുരങ്ങന ഇതൊന്നും എന്തൊക്കെയോ വലിച്ചിളക്കിക്കൊണ്ടൊക്കെ പോയി കയറി. ഹലോ, അപ്പം 2 ദിവസത്തെ സ്റ്റേ കഴിഞ്ഞ് നമ്മളിന്ന് ഇവിടെ നിന്ന് മടങ്ങിയാണ്. ഇന്ന് രാത്രിയോടെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും. ഇന്ന് നമ്മൾ മടങ്ങും. പിന്നെ നമ്മളിതാ ഒരു ചായയും കുടിച്ച് ഇപ്പം വണ്ടി എടുത്ത് നമ്മൾ പോകും. അങ്ങനെ നമ്മളിവിടെ നിന്ന് ബൈ പറയുകയാണ്. ഇവിടെ നിന്ന് ഇറങ്ങി അടുത്ത് 3-4 സ്ഥലം കൂടെ കണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് മുടങ്ങുന്നതാണ്. സൂയിസൈഡ് പോയിന്റ് അവിടെ വൻപിച്ച ബ്ലോക്കാണ് നടക്കുന്നത്. ഒരു രക്ഷയുമില്ല. 2 മണിക്കൂർ കൊണ്ട് ബ്ലോക്കിൽ തന്നെ. ഗുണാകവിലോട്ട് കയറാൻ വേണ്ടി ഉള്ള ഐഡിയ. പക്ഷെ എന്ത് ചെയ്യാൻ, പോകാൻ പറ്റുന്നില്ല. ഭയങ്കര തിരക്കാണ്. എങ്ങനെ ഉണ്ടോ തിരക്ക്? അടിപൊളി തിരക്ക്. വേറെ ആൾക്കാരൊക്കെ ഉണ്ട്. കുതിരയൊക്കെ ഉണ്ട്. നമ്മൾ ഗുണാകാവിലെതിരുകയാണ്. ഞാൻ അടുത്ത് ഇവിടുത്തെ കുറച്ച് കാഴ്ച കാണിച്ചു. എൻട്രൻസ് എടുത്തിരിക്കുകയാണ്. നമ്മളിപ്പോൾ അകത്തോട്ട് പ്രവേശിക്കാൻ ടിക്കറ്റ് ഉണ്ടോ? ശരിയൊന്നുമില്ല. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അടിപൊളി, നിറയെ ആൾക്കാർ, പയ്യന്മാരൊക്കെ നല്ല വൈബടിച്ച് നിൽക്കുകയാണ് എല്ലാവരും. കൂക്കുളിയും ബഹളമൊക്കെ തന്നെ ഇവിടെ. തക്കുട ഒരു പൊട്ടനെ പോലെ
ഇങ്ങനെ പോവുകയാണ്. വായി നോക്കി ഞാൻ പിന്നെ ആയിരുന്നു കാരണം ഇത് തന്നെയാണ് ഗുണാക്കിയത്. എല്ലാവരും വീഡിയോ എടുക്കണം. നമ്മൾ വേറെ പ്രത്യേകിച്ചൊന്നും കാണാനില്ല. ഇനി മേളോട്ടോട്ടൊന്ന് കറങ്ങി കയറിയിട്ടൊക്കെ വരാം. ഇത് തന്നെ മെയിൻ വേരുകളും കുറേ ആളുകളും ഉണ്ട്. ഒരു രക്ഷയില്ല. കൂക്ക് വിളിക്കൊരു പന്നുവന്മാർ വെക്കുന്നില്ല. എന്തായാലും തകർത്ത് വിളിക്കുന്നുണ്ട്. ഇവിടെ വന്ന സ്ഥിതിക്ക് നമ്മൾ ഇതും കൂടെ ഒന്ന് കയറി മേളത്തെ അവിടെ കയറി ഒരു വ്യൂ കൂടെ നമ്മൾ കാണിച്ചു തരാം. ബാ, കയറാൻ നല്ല തിരക്കുണ്ട് കേട്ടോ. മേളിൽ പോയിട്ട് കാണിച്ചു തരാം. അവസാന സ്പോട്ടായ പൂമ്പാറ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒന്നുമില്ല, ടോപ്പ് വ്യൂ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ലായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് മടങ്ങുന്നു. മടങ്ങാന്നുള്ളൊരു ഐഡിയ. അപ്പോൾ വന്നിട്ട് നമുക്ക് ലാസ്റ്റ് കുറച്ച് വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു. അന്നത്തെ ദിവസം വണ്ടി ഓട്ടം മൊത്തത്തിൽ ക്ഷീണമായി പോയി, ഉറങ്ങിപ്പോയി. അപ്പം കുറച്ച് വീഡിയോകൾ എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. നമ്മളിപ്പോൾ വീട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോഴേ എടുത്ത വീഡിയോ മൊത്തം നമ്മൾ ഫുൾ ആഡ് ചെയ്ത് ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതായിരിക്കും. ബൈ.